Hi Makley, good evening. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. ഓക്കെ, ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണ് ആ ചാപ്റ്റർ? +2 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജിയിൽ വരുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ട് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ബേസിക്സ് ഓഫ് ജെനറ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഓഫ് ബയോളജി ആയിട്ട് നമ്മൾ ഈ ബയോളജി ടോപ്പിക്കിൽ 10th പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? ജെനറ്റിക്സ് എന്താണ്, ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്, വാട്ട് ആർ ദി എക്സ്പെരിമെൻറ്റ് ഡൺ ബൈ ഗ്രിഗർ മെൻഡൽ. ആരാണോ ഗ്രിഗർ മെൻഡൽ? ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലേ. അദ്ദേഹം എന്തൊക്കെ എക്സ്പെരിമെൻ്റ് ആണ് നടത്തിയത്, ഏത് പ്ലാന്റിലാണ് നടത്തിയത്, പിസം സറ്റൈവം, എന്തുകൊണ്ടാണ് ആ പ്ലാന്റ് സെലക്ട് ചെയ്തത്, ആ പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അദ്ദേഹം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ എന്തൊക്കെ പഠിച്ചു, എന്താണ് കുറച്ച് ടേംസുകളൊക്കെ ഉണ്ട് അല്ലേ, ജെനറ്റിക്സിൽ വരുന്ന ടേംസ് പഠിച്ചു. അലീൽ, ഹോമോസൈക്കസ്, ഹെട്രോസൈക്കസ്, പിന്നെ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു, ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു പണ്ണൽ സ്ക്വയറിൽ 16 ഒരു പണ്ണൽ സ്ക്വയർ വരച്ചിട്ട് ഒരു 9:3:3:1 എന്ന് പറഞ്ഞ ഒരു റേഷ്യൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് +2 ബയോളജിയിലെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്രയല്ല, അത് നമുക്കിവിടെ ബേസിക്കായിട്ട് പഠിക്കും. പാർട്ട് 1 നമ്മളത് ബേസിക്കായിട്ട് പറയും. പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് നമ്മൾ എപ്പോൾ പഠിച്ചു? 10th പഠിച്ചു അല്ലേ. 10th ജെനറ്റിക്സ് പഠിച്ചു, ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് +2 ബയോളജിയിലെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ഒന്ന് അറിഞ്ഞിരിക്കാം. ബേസിക്സ് അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. എന്താണ് ജെനറ്റിക്സ്, എന്താണ് ഇൻഹെറിറ്റൻസ്, വേരിയേഷൻ, ക്യാരക്ടർ, ട്രേറ്റ്, അലീൽസ്, എക്സിറ്റ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് ഫാദർ ഓഫ് ബയോളജി? ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ് അല്ലേ. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് സുവോളജി ആരാ? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാ? ഗ്രിഗർ മെൻഡൽ അല്ലേ. ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹമായിരുന്നു മൊണാസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിട്ട് ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സറൗണ്ടിങ്സിലേക്ക് നോക്കി അല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ ഈ പയറ് ചെടിയിലൊക്കെ കുറച്ച് പ്രത്യേകതകൾ കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് വർഷക്കാലം അദ്ദേഹം അതിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. എത്ര വർഷക്കാലാ? കുറച്ചൊന്നുമല്ല. എത്ര വർഷക്കാലം? 7 years. 1856 തൊട്ട് 1863 വരെ, 1856 തൊട്ട് 1863 വരെ നമ്മുടെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ മെൻഡൽ പയറ് ചെടിയിൽ പിസം സറ്റൈവത്തിൽ കുറേ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. എങ്ങനെയാണ് നടത്തിയത്? അത് എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടുപിടിച്ചത്? 2 ചെടികൾ സെലക്ട് ചെയ്ത് അവരിൽ തമ്മിൽ നടത്തി? ക്രോസ് ചെയ്തു അല്ലേ. ക്രോസ് ചെയ്തു. എന്തിനാണ് ക്രോസ് ചെയ്തത്? ഒരു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ കുറേ ജനറേഷൻസ് ഉണ്ടാക്കി. അതിൽ ആ ജനറേഷൻസിൽ നിന്നുണ്ടായിട്ടുള്ള ഓഫ് സ്പ്രിങ്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി, അവരുടെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് കുറേ പ്രിൻസിപ്പിൾസ്, കുറേ കണ്ടുപിടുത്തങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ജെനറ്റിക്സ് എന്ന ബ്രാഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മളുടെ ഡെയിലി ലൈഫിൽ കുറേ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരാണ് ജെനറ്റിക്സിൻ്റെ ഫാദർ? നമ്മുടെ ഗ്രിഗർ മെൻഡൽ അല്ലേ. ഈ ഗ്രിഗർ മെൻഡൽ ഏത് വർഷമാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്? ഒരു 7 years 1856 തൊട്ട് 63 വരെ പിസം സറ്റൈവം എന്ന് പറയുന്നത് നമ്മുടെ പയർ ചെടിയിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലൊക്കെ എടുത്ത് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തി. ഓക്കെ, അപ്പോൾ എന്താണ് ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റഡി അബൌട്ട്. വാട്ട് ഈസ് മെൻ ബൈ ജെനറ്റിക്സ്? ജെനറ്റിക്സ് എന്താന്ന് പറയുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആൻസർ ഉണ്ടാവും. സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. അല്ലെങ്കിൽ സ്റ്റഡി അബൌട്ട്
genes and chromosomes is known as genetics. അപ്പോൾ സ്റ്റഡി അബൌട്ട് ഹെറിഡിറ്റി, വേരിയേഷൻ, ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് or study about genes and chromosome is known as genetics. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളത് എഴുതുന്നില്ല, നമുക്കറിയാം ഹെറിഡിറ്റി എന്താന്ന് പറയും? വേരിയേഷൻ അല്ലേ? ഹെറിഡിറ്റി, വേരിയേഷൻ, ഇൻഹെറിറ്റൻസ് എന്താണ് ഇൻഹെറിറ്റൻസ്? ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് പിന്നെ എന്തുകൂടി ഉണ്ട്? സ്റ്റഡി അബൌട്ട് ഓർ സ്റ്റഡി ഓഫ് ജീൻസ് ആൻഡ് ക്രോമസോംസ്. ഇത്രയാണ് ജെനറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്യാരക്ടേഴ്സ് ദാറ്റ് വി അക്വയർഡ് ഫ്രം അവർ പാരൻസ്, അല്ലേ? The characters that are transmitted from one generation to another generation. The characters that are transmitted from parents to offsprings. ഇതിനെയൊക്കെ എന്ത് പറയും? ഹെറിഡിറ്റി എന്ന് പറയും, അല്ലേ? എന്താണ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ വേരിയേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓസ്പ്രിങ്സ്. പാരൻസും കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയേഷൻ. പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പി ആവില്ലേ കുട്ടികൾ, അല്ലേ? വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓഫ്സ്പ്രിങ് ഈസ് നോൺ ആസ് വേരിയേഷൻ. ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻ and also the study about the genes and chromosomes. Inheritance is the, what is meant by inheritance? Transmission of characters from parents to offspring. ഓക്കെ, എന്താണ് അതിന് തന്നെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇൻഹെറിറ്റൻസ് മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ഓസ്പ്രിങ് ടു from parents to offsprings. ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, എന്താണ് വേരിയേഷൻ? ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ parents and offsprings is known as variation. ഓക്കെ, എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? എ പർട്ടിക്കുലർ ഹെറിറ്റബിൾ ഫീച്ചേഴ്സ് എമംഗ് ദി പാരൻസ് ആൻഡ് ഓഫ്സ്പ്രിങ്, അല്ലേ? എക്സാമ്പിൾ ഐ കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. എക്സാമ്പിൾ ഫോർ ക്യാരക്ടറാണ് ഐ കളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാരക്ടറിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ? എ ഹെറിറ്റബിൾ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. അതിനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഹെറിറ്റബിൾ ഫീച്ചർ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ് ഈസ് നോൺ ആസ് ക്യാരക്ടർ. ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ട്രേറ്റ്? ഒരു ട്രേറ്റ് എന്ന് പറയില്ലേ? എന്താണ് ട്രേറ്റ്? വേരിയൻസ് ഓഫ് ക്യാരക്ടർ. അതായത് ബ്രൗൺ ഐ, ബ്ലൂ ഐ ഒരു ക്യാരക്ടറാണ്, ഒരു ഹെറിറ്റബിൾ ഫീച്ചറാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ വേരിയൻസിനെയാണ് എന്ത് പറയുന്നത്? ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്ലൂ ഐ കളറുള്ളവരുണ്ട്, ബ്രൗൺ ഐ കളർ, ബ്ലാക്ക് ഐ കളർ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടോ, അല്ലേ? അപ്പോൾ അത് ഒരു ഐ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എ ക്യാരക്ടർ. എന്താ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? എ ഹെറിറ്റബിൾ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ് ഈസ് നോൺ ആസ് ക്യാരക്ടർ. എ വേരിയൻസ് എന്ന് പറഞ്ഞാൽ, ട്രേറ്റ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, വേരിയൻസ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഐ കളർ എന്നുള്ളത് ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണ് വേരിയൻസ് ഓഫ് ഐ കളർ? ബ്രൗൺ ഐ, റെഡ് ഐ, ബ്ലൂ ഐ എന്നൊക്കെ പറയണ്ട, അല്ലേ? അത് എന്താണ്? ട്രേറ്റ്സ് ആണ്, വേരിയൻസ് ഓഫ് എ ക്യാരക്ടറാണ്. ഇനി അലീൽസ്, അതായത് നമ്മൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇതൊരു എക്സ്റ്റേണൽ ഫീച്ചറാണ് ടോൾ, അല്ലേ? ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ളതാണ്. എന്താണ് ടോൾ എന്ന് പറയുന്നത്? ഫീനോ ടൈപ്പിനെ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്? ജീനോടിപ്പിക്കലി ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ രണ്ട് ലെറ്റർ ആയിട്ടാണ്, അല്ലേ? അപ്പം ഇതിനെയാണ് അലീൽ എന്ന് പറയുന്നത്. എന്താ അപ്പോൾ അലീൽ എന്ന് പറഞ്ഞാൽ? ഇതൊരു ജീനാണ്, ഒരു ജീനിൻ്റെ അൾട്ടർനേറ്റ് ഫോമിനെയാണ് അലീൽ എന്ന് പറയുന്നത്. അപ്പോൾ അലീൽസ് ആർ ദി അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി
സെയിം ജീൻ അല്ലേ, അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി സെയിം ജീൻ, അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി ഒരു ജീനിൻ്റെ അൾട്ടർനേറ്റ് ഫോമിനെ പറയുന്ന പേരാണ് അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി സെയിം ജീൻ ഈസ് നോൺ ആസ് അലീൽ. ഓക്കെ, അപ്പോൾ അലീൽസ് എന്ന് പറഞ്ഞാൽ എന്താ, alternative form of the same gene is known as allele. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് മെൻഷൻ ചെയ്യുന്നത് ടോൾ ആണ്. അപ്പോൾ ഇതെന്താ, 2 ടീയും ഒരുപോലെ ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് പറയും, ഹോമോസൈഗസ് ടോൾ, ഹോമോസൈഗസ്. പിന്നെ ഇത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽ എന്ന് പറയും. ഓക്കെ, ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ അതും ടോൾ തന്നെ. ഓക്കെ, അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ജീൻ ഉണ്ടെങ്കിൽ അതിൽ ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സ്റ്റേണലി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നതും ടോൾ തന്നെ. അതെന്താണ്, ഹോമോസൈഗസ് കണ്ടീഷൻ അല്ല, അതിനെ പറയും ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് അലീൽ, ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് അലീൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം, 2 അലീൽ, അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡോർഫാണ്. ടോൾ എന്ന് പറയുന്ന നമ്മൾ പറയും പിന്നീട് കേട്ടോ, എന്താണ് ടോൾ, എന്ത് ഡോർഫ്, എന്താണ് ഡോമിനൻ്റ്, എന്താണ് റിസസീവ് നമ്മൾ പറഞ്ഞു തരും. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഡോർഫ്. ഈ ഡോർഫ് എന്ന് പറയുന്നത് സപ്രസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്, അതിനെ പറയും റിസസീവ് ക്യാരക്ടർ എന്ന്. ടോൾ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, എക്സ്പ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഡോർഫ് എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണ്. ഇത് ഏത് കണ്ടീഷനാണ്, ഹോമോസൈഗസ്. സ്മോൾ ടി ആണെങ്കിലും 2 ഒരുപോലുള്ള അലീല അല്ലേ, അപ്പോൾ അതിനെന്ത് പറയും, ഹോമോസൈഗസ് അലീൽ. എങ്ങനെയുള്ള അലീല, റിസസീവ് അലീൽ, ഹോമോസൈഗസ് റിസസീവ് അലീൽ. ഓക്കെ, ക്ലിയർ ആയില്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയില്ലോ? അപ്പോൾ എന്താണ് alleles? Alternate form of the same gene is known as allele. If both the alleles are equal and capital, then that alleles are known as homozygous dominant allele. If both the alleles are different, that allele is known as heterozygous. If capital allele is present, that phenotypic expression of that character is always dominant. So capital T small t is heterozygous dominant condition. Okay, small t means it is also homozygous in nature. Alleles are homozygous in nature, but എന്താ പ്രത്യേകതയുള്ളത്, ഹോമോസൈഗസ് റിസസീവ് അലീലാണ്, എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറുള്ള. ഓക്കെ, അതിനെയാണ് റിസസീവ് അലീൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഹോമോസൈഗസ് അലീൽ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പറയാം. ഇഫ് ബോത്ത് അലീൽസ് ആർ ഈക്വൽ ദെൻ ദാറ്റ് സിമിലർ, ഈക്വൽ എന്നല്ല, ഇഫ് ബോത്ത് അലീൽസ് ആർ സിമിലർ ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് അലീൽ ഈസ് നോൺ ആസ് ഹോമോസൈഗസ് അലീൽ. ഹോമോസൈഗസ് ഡോമിനൻ്റ് ആൻഡ് ഹോമോസൈഗസ് റിസസീവ് അലീൽസ് ആർ പ്രസൻറ്റ്. ഓക്കെ, what is meant by heterozygous? If both the alleles are different, that condition is known as heterozygous. Heterozygous condition is always എന്താണ്, ഡോമിനൻ്റ് ഇൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ ഹോമോസൈഗസ് ഹെറ്ററോസൈഗസ്, വീണ്ടും നമുക്ക് ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ല. അലീൽ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലീൽസ് പറഞ്ഞു, അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ഹോമോസൈഗസ്? ഇഫ് ബോത്ത് അലീൽസ് ആർ സിമിലർ ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് അലീൽസ് നോൺ ആസ് ഹോമോസൈഗസ് അലീൽ. ഇഫ് ദ ബോത്ത് അലീൽസ് ആർ different, that condition is known as heterozygous allele, that always dominant. If all the alleles are റിസസീവ് ആയിരിക്കെങ്കിൽ അതിനെ ഹോമോസൈഗസ് അലീൽ എന്ന് പറയും, ഹോമോസൈഗസ് റിസസീവ് അലീൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഡോമിനൻ്റ് ക്യാരക്ടർ, എന്താണ് റിസസീവ് ക്യാരക്ടർ എന്നാണ് പറയാൻ പോകുന്നത്. ഡോമിനൻ്റ് ക്യാരക്ടർ നമുക്ക് ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട, നമുക്കൊരു ക്രോസ് ചെയ്ത് നോക്കാം. നമ്മൾ 10th ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോൾ എന്ന ക്യാരക്ടറിൻ്റെ ജീനോടൈപ്പാണ്. എന്താ ഫിനോടൈപ്പ്, എന്താ ജീനോടൈപ്പ് എന്ന് പറയാം. അതിൻ്റെ എന്താണ് ടോൾ എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് അല്ലേ, ഹൈറ്റ് ടോളാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഡോർഫ് ആയിരിക്കും അല്ലേ. ഡോർഫ് ആയിട്ടുള്ള ഒരു മെയിൽ പാരൻറ്റിനെ അല്ലെങ്കിൽ ഫീമെയിൽ പാരൻറ്റിനെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പാരൻറ്റ് 1. നമ്മൾ എങ്ങനെയാണ് ക്രോസ് ചെയ്തിരുന്നത്, അതിൻ്റെ ഫോർമാറ്റാണ് പറയുന്നത്. ആദ്യം ഫീനോടൈപ്പ് ചെയ്താൽ ടോൾ ആൻഡ് ഡോർഫ്, പിന്നെ ജീനോടൈപ്പ് ചെയ്താൽ ഇവിടെ പാരൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആരടാ. ഇനി ഗ്യാമേറ്റ്സ് നമുക്കറിയാം. സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്താണ്, ഹ്യൂമൻ റിപ്രൊഡക്ഷനും സെക്ഷൽ റിപ്രൊഡക്ഷനും ഫ്ലവറിങ് പ്ലാന്റ്സിലും നമ്മൾ പഠിച്ചതാ അല്ലേ. അതായത് എന്താണ്, ഗ്യാമൈറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും, മിയോസിസ് സംഭവിക്കുമ്പോൾ
എന്താ സെഗ്രിഗേഷൻ ഓഫ് ഗ്യാമേറ്റ്സ് നടക്കും അല്ലേ. എന്താ മിയോസിസിൻ്റെ സമയത്ത് സെഗ്രിഗേഷൻ ഓഫ് ഗ്യാമേറ്റ്സ് നടക്കും. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒരു ഗ്യാമേറ്റ്സും വരും. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനായിട്ടുള്ള ഇതിൽ നമ്മുടെ മിയോസിസ് നടക്കുമ്പോൾ എത്ര ഗ്യാമേറ്റ്സ് ആണ് ഉണ്ടാവുക ഈ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള പ്ലാന്റിൽ നിന്ന്, പാരൻ്റൽ പ്ലാന്റിൽ നിന്ന് ഹെപ്ലോയിഡ് കണ്ടീഷനുള്ള ഒരു ടി എന്ന് പറയുന്ന ഗ്യാമേറ്റ്സ്. നമ്മൾ എപ്പോഴും ഗ്യാമേറ്റ്സ് എഴുതുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഓക്കെ, ഇവിടെ ഇനി ഇതാണ് ഗ്യാമേറ്റ്സ് 1. പാരൻ്റ് 1 എഴുതി നമ്മൾ, പാരൻ്റ് 1ൻ്റെ ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് കണ്ടീഷൻ എഴുതി, പിന്നെ ഗ്യാമേറ്റ്സ് എഴുതിയിട്ട് അത് വട്ടിട്ട് വെച്ചു. ആൻഡ് F1 ഹൈബ്രിഡ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. F1 ഹൈബ്രിഡ് ആരാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ. എങ്ങനെയുള്ള ടോളാണിത്? ഹെറ്ററോസൈഗസ് ടോൾ അല്ലേ, ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ടോളായിട്ടുള്ള ആൾക്കാരാണിത്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ എന്തായിരിക്കും ഡോമിനൻ്റ് ക്യാരക്ടർ? എന്താണ് ഡെഫിനിഷൻ? ഇഫ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, ഒരു ഹൈബ്രിഡിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് കൊണ്ടുവരാ? ടോൾ എന്ന് പറയുന്ന പാരൻ്റൽ പ്ലാന്റ്, പിന്നെന്താണ് മെറ്റേണൽ പ്ലാന്റ്, സ്മോൾ ടി എന്ന് പറയുന്ന ഡോർഫായിട്ടുള്ള പ്ലാന്റ്, ഇവർക്ക് അവർ മെച്യൂരിറ്റി എത്തുമ്പോൾ അവരുടെ ഫ്ലവറിൽ എന്ത് സംഭവിക്കും? മിയോസിസ് നടന്നിട്ട് ഒരു ഗ്യാമേറ്റ്, മെയിൽ ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടിയും വരും, ഫീമെയിൽ ഗ്യാമേറ്റ് സ്മോൾ ടിയും വരും. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഒരു ഹൈബ്രിഡ് കിട്ടും, ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതെപ്പോഴും എന്തായിരിക്കും? ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള F1 ഹൈബ്രിഡ് ഓൾവേസ് എന്തായിരിക്കും? ഡോമിനൻ്റ് ഇൻ നേച്ചർ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ഡോമിനൻ്റ് ക്യാരക്ടർ എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എന്താണ്? പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആർ, ഇതാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ടോള് അതിൻ്റെ അത് പെയർ എന്ന് പറഞ്ഞാൽ ടോൾ ആൻഡ് ഡോർഫ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു ഹൈബ്രിഡ് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവുക? ആ ഹൈബ്രിഡിൽ വൺ ക്യാരക്ടർ ഈസ് സപ്രസ്ഡ് ഓവർ ദി അതർ. ദ സപ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് റിസസീവ് ആൻഡ് അനദർ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ and the expressed character is known as dominant. Okay, clear ആയല്ലോ. അപ്പോൾ എന്താണ് dominant, എന്താണ് recessive എന്ന്? If a pair of contrasting characters are brought together in a hybrid, one character is exposed over the other, the expressed character is known as dominant character and the suppressed character is known as recessive character. Okay, clear ആയല്ലോ. അപ്പോൾ എന്താണ് dominant character, എന്താണ് recessive character എന്ന് പറഞ്ഞാൽ a pair of contrasting characters are brought together in a hybrid, one of the character is expressed over the other, the expressed character is known as എന്താ പറയുക? എക്സ്പ്രസ്ഡ് ക്യാരക്ടറിന് എന്താ പറയുക? ഡോമിനൻറ്റ് ക്യാരക്ടർ. ആൻഡ് ദ സപ്രസ്ഡ് ക്യാരക്ടർ ഈസ് നോൺ ആസ് റിസസീവ് ക്യാരക്ടർ. ക്ലിയർ? എന്താണ് ഡോമിനൻറ്റ് ക്യാരക്ടർ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് എക്സാം, ബോർഡ് എക്സാം എഴുതുന്നവർക്ക് ഡോമിനൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓഫ് ഡോമിനൻസ് എന്താണ്, ഡിഫൈൻ ഡോമിനൻസ്, റിസസീവ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? If a pair of contrasting characters are brought together in a hybrid, one character is expressed over the other. The expressed character is known as dominant character and the suppressed character is known as recessive character. Okay, clear ആയല്ലോ. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഫീനോടൈപ്പ് എന്താ, ജീനോടൈപ്പ്. നമ്മൾ പറഞ്ഞു ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ട് ജീനോടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് മീൻസ് എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് എൻ ഓർഗാനിസം. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് എൻ ഓർഗാനിസം ഈസ് നോൺ ആസ് എന്ത് പറയും? ഫീനോടൈപ്പ്. ആൻഡ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്താ? ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. ജനറ്റിക്, അതായത് ഇപ്പോൾ ടോൾ ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്താൽ ക്യാപിറ്റൽ സ്മോൾ ടി ഓർ ക്യാപിറ്റൽ ടി അല്ലേ. അപ്പോൾ എന്താണ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? ജനറ്റിക്. ടോൾ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ടി എന്ന് എഴുതാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. ഈ രണ്ട് ടിയും റിസസീവായി വന്നാൽ, സ്മോൾ ടി വന്നാൽ എന്താണ്? ക്ലിയർ ആയല്ലോ. എന്താണ് അപ്പോൾ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഫീനോടൈപ്പ് ഈസ് ദ എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് എൻ ഓർഗാനിസം ആൻഡ് ജീനോടൈപ്പ് ഈസ് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം അല്ലേ. ജനറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറെ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് ഹൈബ്രിഡ്? ഹൈബ്രിഡ് എന്താണെന്ന് മനസ്സിലായി നമുക്ക് അല്ലേ. ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി, അതായത് ഒരു ജനറ്റിക്കലി അൺലൈക്ക് ആയിട്ടുള്ള പാരൻ്റ്. ടോൾ എന്ന് പറയുന്ന പ്ലാന്റും
ഡോർഫ് ജെനറ്റിക്കലി അവർ രണ്ടുപേരും ഐഡൻറ്റിക്കൽ അല്ല. ഓക്കെ, എന്താ അങ്ങനെ പറയാൻ കാരണം? ജെനറ്റിക്കലി അൺലൈക്ക് പാരൻസ് എന്ന് പറയാൻ കാരണം ഒരാൾ ടോളും അതിൻ്റെ കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ് സ്മോൾ ടി അല്ലേ. അപ്പോൾ എന്താണ് ഹൈബ്രിഡിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി മേറ്റിംഗ് ഓഫ് ജെനറ്റിക്കലി അൺലൈക്ക് പാരൻസ്. എന്താണ് അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ? an individual produced by an individual. hybrid means an individual produced by. എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഹൈബ്രിഡ് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് ബൈ. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു? an individual produced by the mating of. mating എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ അല്ലേ, സെക്ഷൽ ഫ്യൂഷൻ. mating of genetically unlike. അപ്പോൾ നമ്മളവിടെ ഉള്ളതാണെങ്കിലും എന്താണ്? ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് ബൈ മേറ്റിംഗ് ഓഫ് ജെനറ്റിക്കലി എന്തായിരിക്കും ഇവരുടെ പ്രത്യേകത? മേറ്റിംഗ് ഓഫ് ജെനറ്റിക്കലി അൺലൈക്ക് പാരന്റ്. ടോൾ എന്ന് പറയുന്നത് വേറെ ജെനറ്റിക്സ് ആയിരിക്കും, ഡോർഫ് എന്ന് പറയുന്ന അല്ലേ. അപ്പോൾ ജെനറ്റിക്കലി അൺലൈക്ക് പാരൻസ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കുട്ടീനെ പറയുന്ന പേരാണ് എന്താ പറയുക? ഹൈബ്രിഡ്. ഓക്കെ, ഹൈബ്രിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മേറ്റിംഗ് ഓഫ് unlike parents. okay, hybrid is produced by the mating of unlike parents. okay, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ടേം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഇതും. a cross between only one pair of. a cross between, what is meant by monohybrid cross? a cross between only one pair of contrasting character. a cross between only one pair of contrasting character. അങ്ങനെയുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അങ്ങനെയുള്ള ക്രോസിനെ പറയുന്ന പേരാണ് എന്ത് പറയും? മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ എന്താണ്? മോണോഹൈബ്രിഡ് ക്രോസ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഇപ്പോൾ ക്യാപിറ്റൽ ടി ടോൾ എന്നുള്ള ക്യാരക്ടറും അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ചെയ്താ സ്മോൾ ടി അല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ബിറ്റ്വീൻ എന്താണ്? എ ക്രോസ് ബിറ്റ്വീൻ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് നോൺ ആസ് മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ എന്തായിരിക്കും ഡൈഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ബിറ്റ്വീൻ two pair of contrasting character. a cross between two pair of contrasting character is known as contrasting feature or contrasting character is known as എന്തെന്നറിയപ്പെടുന്നു? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ഹെറിഡിറ്റി, വേരിയേഷൻ, ഇൻഹെറിറ്റൻസ്, ജീൻസ്, ക്രോമസോം എക്സെട്ര അല്ലേ. ഇൻഹെറിറ്റൻസ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ്, അല്ലെങ്കിൽ വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. വേരിയേഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓസ്പ്രിങ്. കുട്ടിയും ഓഫ്സ്പ്രിങ്സും തമ്മിലുള്ള, പാരൻറ്റും ഓഫ്സ്പ്രിങ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടർ എ ഹെറിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ. എക്സാമ്പിൾ ഐ കളർ. വാട്ട് ഈസ് മീൻ ബൈ ട്രേറ്റ്? വേരിയൻസ് ഓഫ് ക്യാരക്ടർ. അതായത് ഏതൊക്കെയാണ്? ബ്രൗൺ ഐ, റെഡ് ഐ, അതൊക്കെ വേരിയൻസ് ഓഫ് ക്യാരക്ടറാണ്. അതിനെയാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയൻസ് ഓഫ് ക്യാരക്ടർ. അലീൽസ് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി സെയിം ജീൻ. വാട്ട് ഈസ് മീൻ ബൈ അലീൽ? അൾട്ടർനേറ്റ് ഫോം ഓഫ് ദി സെയിം ജീൻ. ഹോമോസൈഗസ് അലീൽ എന്ന് പറഞ്ഞാൽ ഇഫ് ബോത്ത് ദ അലീൽസ് ആർ സിമിലർ then that condition is known as homozygous allele. if both the alleles are different, that condition is known as heterozygous allele. okay, alleles. okay, clear ആയല്ലോ. നെക്സ്റ്റ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ a pair of contrasting characters are brought together in a hybrid. Only one character is expressed over the other. The expressed character is the dominant characters and the suppressed character is the recessive character. Okay, then next topic is what is meant by phenotype and genotype. Phenotype is the external feature of an organism, example tall, eye color, etc. and genotype means genetic makeup of an organism, capital TT. okay, clear ആയല്ലോ. hybrid, what is meant by hybrid? An individual produced by mating between and genetically unlike parents. എന്താണ് അപ്പോൾ? an individual produced by the crossing between genetically unlike parent. what is meant by next monohybrid cross? a cross between only one pair of contrasting characters is known as monohybrid cross. a cross between two pair of contrasting characters is known as dihybrid cross. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെൻഡേലിയൻ മോണോഹൈബ്രിഡ് റേഷ്യോ. ഓക്കെ, മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ, മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്?
ടെസ്റ്റ് ക്രോസ് എന്താണ്, ബേ ക്രോസ് എന്താണ്, ടെസ്റ്റ് ക്രോസ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ, മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെൻഡൽസിൻ്റെ ഡിഫറെൻറ്റ് ലോസ്, ലോ ഓഫ് ഡോമിനൻറ്റ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, അതിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ 10th പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ? ഇപ്പം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും പറഞ്ഞ ജെനറ്റിക്സിൻ്റെ ബേസിക് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നാളെ കാണാം.